അപ്പോൾ ഗൈസ് നമ്മളൊരു പുതിയ ഐറ്റംസ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതെന്താണ് നീ ഉണ്ടാക്കുന്നത്? പുതിയ ഐറ്റം ഒന്നല്ല, എല്ലാരും ഉണ്ടാക്കുന്ന ഐറ്റം തന്നെ. പപ്പടം തോരൻ ഉണ്ടാക്കാൻ. പപ്പടം തോരൻ. പപ്പടം തോരൻ നമ്മളെ വീട്ടില് ആക്കാറില്ല, അങ്ങനെ ഇതുവരെ ആക്കിയിട്ടില്ല. അപ്പം അത് വെറൈറ്റി തന്നെയല്ലേ, എല്ലാ വീട്ടിലും ആക്കും ഇത് പപ്പടം തോരൻ. എല്ലാവർക്കും അറിയുന്നൊരു സാധനം തന്നെയാണ് ഇത്, സാധാരണ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്നതും. ഇന്ന് മോൾക്ക് ചെറിയൊരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്താ മോളെ ചെയ്യണേ? പപ്പടം എത്ര അട്ടിക്ക് വെക്കണം? അല്ല അത് ഇവിടെ വെച്ചിട്ട് വിട്ട് അല്ല, അത് ഒരു മിനിറ്റ് കട്ടിയല്ല. ഇത് അന്ന് ചെയ്ത് എത്ര പപ്പടം ഉണ്ട്? അറിയില്ല. എത്ര പപ്പടം ഉണ്ട്? അതിനെ എണ്ണി നോക്കണ്ടേ? എണ്ണി നോക്ക്. 1 2 3 4 ഉൾപ്പപ്പടം എടുത്താ 6 അപ്പോൾ 6 പപ്പടം ഇങ്ങനെ ഷവർമ പോലെ റോൾ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. മുറിക്കാൻ പറ്റില്ല, കത്തിക്ക് മുറിച്ചില്ല. അത്ര നീളത്തിലൊന്നും അരിയല്ലേ, പിന്നെ കുഞ്ഞി കുഞ്ഞി ക്യാബേജൊക്കെ അരിയണം. അങ്ങനെയാണോ? ക്യാബേജ് അറിയണ പോലെയാ? അത് നീ ഒന്ന് കാണിച്ചു കൊടുക്ക്. മോളല്ലേ, അറിയില്ലല്ലോ. പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളു. കത്രിക കൊണ്ട് അരിയാൻ പറ്റും. അപ്പൊ അപ്പോഴേക്കും ഉള്ളി നീ കൊറേ ചെയ്തല്ലോ, ഭയങ്കര സ്പീഡാണല്ലോ നീ. ആണോ? അതിപ്പോ ഒരു കാര്യം അറിയാം ഗൈസ്, എൻ്റെ വൈഫ് തയ്ക്കും, സ്റ്റിച്ച് ചെയ്യും. അപ്പോൾ അതിനൊരു കത്രിക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നീ സ്റ്റിച്ച് ചെയ്യില്ലേ? അപ്പോൾ അതിനൊരു കത്രിക ഉണ്ട്. ആ കത്രിക എടുത്തിട്ടാണ് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതായത് എന്ത് മുറിക്കാനായാലും. അപ്പോൾ അതിൻ്റെ മൂർച്ചയൊക്കെ പോയിട്ട് ഇപ്പം ഭയങ്കര പ്രശ്നം ഇവിടെ. ആ കത്രിക എടുക്കരുത്. ഇപ്പോൾ ആ കത്രിക മോളെടുക്കാൻ പോയ പപ്പടം മുറിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് ചുവന്ന ഉള്ളിയും പിന്നെന്താ വേണ്ടേ? വെളുത്തുള്ളി അല്ലേ? ചുവന്ന ഉള്ളി എത്ര എണ്ണം വേണം? പപ്പടം എടുക്കുന്നതിനനുസരിച്ച് പപ്പടം 6 എണ്ണം എടുത്തു. അപ്പോൾ ഒരു 10-15 എണ്ണം. 15 ഉള്ളി, ചുവന്ന ഉള്ളിയാ? 15 ചുവന്ന ഉള്ളിയും പിന്നെ വെളുത്തുള്ളി 8 എണ്ണം. 8 വെളുത്തുള്ളി. പിന്നെ സവാള വേണോ? വേണ്ട. അപ്പോൾ മീൻ മുറിക്കണ കത്രിക എടുത്ത് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് പഴകിപ്പോയിന്, മാറ്റണം. അതുകൊണ്ട് ഇതിൻ്റെ പിടിയൊന്നും കാണിക്കുന്നില്ല. ഇത് മോള് കട്ട് ചെയ്യുന്നുണ്ട്. നല്ലോണം കട്ട് ചെയ്യുന്നുണ്ടല്ലോ മോള്. അതിൻ്റെ ടിപ്പൊക്കെ കാണിച്ചേണ്ട, എങ്ങനെയൊക്കെയോ ശരി ഉള്ളിലോട്ടൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ, നല്ലോണം മുറിച്ചല്ലോ എന്ന് പറയുമ്പോഴേക്കും അടുത്തത് പാളി. ഇനി ഞാൻ പറയണില്ല. എന്തൊക്കെയോ ഉദ്ദേശിക്കണുണ്ട്. ഇത് എന്തായാലും തോരനാവും എങ്ങനെ കട്ട് ചെയ്താലും. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഓണത്തിന് പൂ മുറിക്കണതാ. അപ്പൊ ഇത് ആദ്യമായിട്ടാ മോള് കട്ട് ചെയ്യണെന്ന്? ചിരിക്കാൻ ചോദിച്ചല്ല, അതേറ്റാ? മോള് മിണ്ടണില്ല ഗൈസ്, നാണം. പൊതുവെ വീഡിയോയില് വരാൻ നാണം. ഞാനും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എനിക്കും നാണമുണ്ട്. എന്നാലും ഞാൻ കാണിക്കാതിരിക്കുന്നതാണ്.
നമ്മളൊരു വീഡിയോ കൂടെ വരാനുണ്ട് കേസ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാഗ് ഉണ്ടാക്കുന്ന ലഞ്ച് ബാഗ് കുറച്ച് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് കംപ്ലീറ്റ് ചെയ്യണം. അതൊരു വെറൈറ്റി ബാഗാണ്. നമ്മൾ നിങ്ങളൊക്കെ കുട്ടികൾക്ക് ഈ ലഞ്ച് ബോക്സ് കൊണ്ടുപോകാൻ പറ്റിയൊരു സംഭവമാണ്. ഇത് മാർക്കറ്റിൽ അവൈലബിൾ അല്ല ഇങ്ങനത്തെ ഒരു ടൈപ്പ്. അപ്പോൾ അത് ആ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ഇതിൽ വരാം. കുറച്ച് എക്സ്പേർട്ടായി ഇപ്പോൾ. സ്പീഡ് കട്ട് ചെയ്യുന്നുണ്ട്. ഇതെന്തായാലും ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നും പറയണില്ല, കാരണം നിങ്ങൾക്ക് നിങ്ങളെ ഐഡിയയിൽ കട്ട് ചെയ്യാം. അങ്ങനെ 6 പപ്പടം ഇതേപോലെ റോൾ ചെയ്ത് വെച്ചിട്ട് കത്രി എടുത്തിട്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെയെങ്കിലും കട്ട് ചെയ്യുക. ചെറിയ ചെറിയ പീസായി കിട്ടിയാൽ മതി, അത്രയേ ഉള്ളൂ. നിങ്ങളെ യുക്തിക്കനുസരിച്ച് കട്ട് ചെയ്യാം. ഫിനിഷായല്ലേ? അമ്മ പപ്പടതെല്ലാം വേണോ? മതിയാ? ഒന്നിങ്ങനെ എടുത്ത് കാണിച്ചാകുമ്പോ അല്ലോ, എടുത്തിട്ട് ഇങ്ങനെ ഇട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ പപ്പടം കട്ട് ചെയ്തല്ലോ. അപ്പോൾ അതിനുശേഷം ചട്ടി എടുത്ത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ചാൽ നീ നേരത്തെ നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. അതിൻ്റെ എണ്ണയും അതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ ഇതിന് ഇതുണ്ട്. ആദ്യം എന്തായിട്ട് പപ്പട ഇപ്പോഴും വറക്കണല്ലേ? അപ്പോൾ ഇൻഗ്രീഡിയൻസ് നമ്മൾ കാണിച്ചു കൊടുത്താ നേരത്തെ, അതെടുക്ക്. അപ്പോൾ വേപ്പില, 8 വെളുത്തുള്ളി, 15 ചുവന്നുള്ളി, 5 വറ്റൽമുളക്. അപ്പോൾ അതിനിടക്ക് കടുക് ഇട്ടിട്ടാ നീ പൊട്ടണേ? എണ്ണ പൊട്ടണം. ഇതിൽ കടുക് ആവശ്യമുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ ഇനി പപ്പടം 6 പപ്പടം കട്ട് ചെയ്ത് വെച്ചത് മോളാണ് കേട്ടോ കട്ട് ചെയ്തത്. ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം മോൾക്കായിരിക്കും. ഇടാനായോ? ഞാനെൻ്റെ ലൈഫിലില്ലേ പപ്പടം മൊത്തത്തിൽ ഇങ്ങനെ വറുത്തെടുക്കാനല്ലാണ്ട് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല കേട്ടാ. അങ്ങനെയല്ല, കഴിച്ചിട്ടില്ലെന്ന് അതാ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതെന്തായാലും എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. പപ്പടം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് വറക്കണത് ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തൂ. എന്താന്ന് വെച്ചാൽ വർക്കൊക്കെ ഇവിടെ മിക്കപ്പോഴും ഉണ്ടാകാറില്ല. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് അറിയില്ല കാര്യം. എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ 100% ഉറപ്പാ ഗൈസ്. അത് എന്തോ ഒരു കൈപ്പുണ്യം ആരുടെന്നോ കിട്ടിയിട്ടുണ്ടല്ലേ? അമ്മ വെക്കും ഇതേപോലെ നല്ലോണം. അമ്മ കുഴപ്പമില്ലാണ്ട് വെക്കും. എന്നാലും നിന്റെ അത്ര ഇല്ല, അതൊന്നും എനിക്ക് തന്നെ പറയാൻ പറ്റാല്ലേ. SP എന്ന് വിചാരിക്കും. പക്ഷേങ്കിൽ നമ്മൾ മക്കളും 2 മക്കളുണ്ട്. അപ്പോൾ അവർ രണ്ടാളും കഴിച്ചിട്ടും എൻ്റെ അഭിപ്രായത്തിലൊക്കെ നീ നല്ലോണം ടേസ്റ്റോടെ വെക്കണുണ്ട്. അങ്ങനെ പപ്പടം എനിക്ക് അറിയാം, പക്ഷെങ്കിലും എനിക്ക് ഭയങ്കര മടിയാണ് കുക്ക് ചെയ്യാൻ. എൻ്റെ അച്ഛൻ കുക്ക് ചെയ്യുമായിരുന്നു. അച്ഛൻ ബേക്കറിയിൽ കുക്കായിരുന്നു. അപ്പം അങ്ങനെ അച്ഛൻ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കെന്തോ കുക്കിംഗ് ഭയങ്കര മടിയാണ്. അപ്പൊ ആ മടി തീർക്കാൻ കൂടെ നമുക്ക് ഈ വ്ളോഗ് ഉപകരിക്കുന്നത്.
അപ്പോൾ വറുത്ത പപ്പടം നോക്കുക നല്ല രസമുണ്ട് കാണാം. ഇനി എന്താ വേണ്ടേ പറയും. ഇത്ര എണ്ണ ഈ ചട്ടി നമുക്ക് ചെറിയൊരു ചട്ടി നമുക്ക് മാറ്റി വേണം. വേറെ ചട്ടി വേണം. നമ്മള് വ്ളോഗ് നമ്മളെ യൂട്യൂബിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ഒരു ചാനൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഫസ്റ്റ് ടൈം ആ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ എന്താ പറയുക, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. കാരണം ഓരോ വീഡിയോയിൽ നമ്മൾ ഡെവലപ്പായി കൊണ്ടുവരാം. ചില സമയം വീഡിയോ എടുക്കുന്ന രീതി അതിലൊക്കെ പ്രശ്നങ്ങളുണ്ടാവാം. പിന്നെ ലെങ്ത്ത് കൂടാം. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയണം. അപ്പോൾ അത് കണ്ടിട്ട് വേണം നമുക്ക് ശരിയാക്കി എടുക്കാം. കടുകിടണം അല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, കടുകിടണം. അപ്പോൾ എനിക്കും അത്യാവശ്യം അറിയാം. ഈ നമ്മളെ ഇപ്പോൾ ഏതായാലും കിച്ചൺ ബ്ലോഗ് തുടങ്ങിയില്ലേ, അപ്പോൾ ഫാന് അത്യാവശ്യമാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റണില്ല അല്ലേ? വൈഫിന് 2 ദിവസമായി ചുമക്കാണ്. അപ്പോൾ മെഡിസിനൊക്കെ കഴിക്കുന്നുണ്ട്. കുറവുണ്ടോ മെഡിസിൻ കഴിച്ചിട്ട്? അപ്പോൾ നീ പറഞ്ഞിട്ടില്ലേ ഈ പുകഞ്ഞു കഴിഞ്ഞാൽ കടുകിടണ്ടെന്ന്. എണ്ണ എൻ്റെ പതി അങ്ങ് പോയി കഴിഞ്ഞല്ലേ. ഇതിനെത്ര കുറെ ടൈം വേണ്ടി വരുമോ? ഓ, ഇതിന്റെ പേരെന്താ പറയാ? പപ്പടത്തോരൻ അല്ലേ? പുതിയ പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടണേ. എന്തൊക്കെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പേര് എന്നുള്ളത്. പിന്നെന്താ പറഞ്ഞേ? ഇപ്പൊ പറയേ. കടുകിട്ടതിന് ശേഷം ജീരകം. ഇതൊക്കെ നിങ്ങൾ ഐഡിയയിൽ ഇട്ടാൽ മതി. ജീരകം എത്ര? ചെറിയ ജീരകം. പിന്നെ അടുത്തതിന് ശേഷം ഉള്ളി, ചുവന്നുള്ളി, വെളുത്തുള്ളി, പിന്നെ വറ്റൽ മുളക് അല്ലേ? ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കണം. നല്ലോണം ഇതുപോലെ മിക്സ് ആക്കുക. അതായത് നമ്മൾ ഇതിൽ പ്രത്യേകം ഉള്ളി ഇത്ര വേണം, ഇതിങ്ങനെ ഇടണം എന്നൊന്നും അത് പ്രത്യേകമായിട്ട് പറയണില്ല. ഇൻഗ്രീഡിയൻസ് അതെ അതെ. പാചക വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് വേറെ ചാനലിലോട്ട് പോവാം. നമ്മൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണ ഫുഡ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു അത്ര മാത്രം അല്ലേ? വീട്ടില് നമ്മള് ഇതിനെ കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും. കാരണം എല്ലാം എടുത്ത് പറയേണ്ടില്ലല്ലോ അല്ലേ? ഇപ്പം ഇങ്ങനത്തെ ഓരോന്ന് ഉപ്പാണെങ്കിലും ഉപ്പാണെങ്കിലും അത് നിങ്ങളെ ഐഡിയയിൽ ഇട്ടാൽ മതി. അതൊന്നും പ്രത്യേകം പറയണില്ല. പക്ഷെ എന്തൊക്കെ വേണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാം ഇത് ഇപ്പൊ നീ മുളക് പൊടി എടുത്തില്ലേ, അത് ഇടണോ? മുളക് പൊടി, മഞ്ഞപ്പൊടി അല്ലേ? ഇത് കുറച്ചും കൂടെ ഡാർക്ക് ആവണം. ഇനി വെളിച്ചെണ്ണ വേണോ? വെളിച്ചെണ്ണ കുറച്ച് കുറവുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഐഡിയയിൽ ഇടാം. പാചകം അങ്ങനെയല്ല നമ്മൾ പഠിക്കുക. നമ്മളിപ്പോ ഇത് 2ാമത്തെ വീഡിയോ അല്ലേ? 3ാമത്തെ വീഡിയോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ഡാർക്ക് ആവണം അല്ലേ? അപ്പോൾ നമുക്കിത് ഈ പൊടി ഇടണം. മഞ്ഞപ്പൊടി, മുളക് പൊടി അല്ലേ? ഇവിടെ നമുക്കൊരു കുഞ്ഞ് ഫാന് കിട്ടിയാണ്. അങ്ങനെ ഇവിടെ അധികം ഇരിക്കാൻ പറ്റണില്ല. ചൂട് ഭയങ്കര. മകള് ചോറൊക്കെ എടുത്ത് വെച്ച് വിശക്കുന്നുണ്ടോ എനിക്ക്? മകള് ഭയങ്കര നാണം. ഇതാ അമ്മയുടെ പിറകിൽ ഇങ്ങനെ കളിക്കണം. സമയം 8:15. നമ്മള് 7:40
തുടങ്ങിയതല്ലേ? ആ മുളക് പൊടി, ആ അതെ അതെ, മുളക് പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇടുക. മഞ്ഞപ്പൊടി നമ്മൾ എത്ര ഉള്ളി എടുക്കുന്ന എത്ര ഇതിനനുസരിച്ചായിരിക്കും ഇതൊക്കെ നിങ്ങളെ മുളക് പൊടി മഞ്ഞപ്പൊടി അല്ല മഞ്ഞപ്പൊടിയൊക്കെ ഇടുന്നത്. കഴിക്കാനാ പപ്പടം. ഇതിപ്പം അടുത്ത ദിവസം പപ്പടം ഇടുക അല്ലേ? പപ്പടം അതിന്റെ മുകളിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. പപ്പടം അധികം അമർത്തേണ്ടയില്ല അല്ലേ? അപ്പൊ പൊട്ടിപ്പോവും അല്ലേ? ചതഞ്ഞു പോവും അല്ലേ? അങ്ങനെ ഉണ്ടോ? പ്രസ് ചെയ്യണ്ട, അധികം പ്രഷർ കൊടുക്കണ്ട. അപ്പൊ ഇങ്ങനെ മെല്ലെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇളക്കിയിട്ട് ഏകദേശം എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താ? മതി, കായോ? സംഭവമായി, തോരനായി. ഞങ്ങളുടെ പപ്പടം തോരൻ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചോറിൽ ഒന്ന് ഇട്ടിട്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ ഇത് എന്തായിരുന്നു പറഞ്ഞു കൊടുക്ക്? ചെമ്മീൻ മുരിങ്ങക്കറി. ചെമ്മീൻ മുരിങ്ങത്തോരൻ കറി അല്ലേ? ചെമ്മീൻ മുരിങ്ങക്കറിയും പിന്നെ ഇപ്പം ഉണ്ടാക്കിയ പപ്പടത്തോരൻ. ഇനി എന്തെങ്കിലും ഇതിലിടുന്നുണ്ടോ? പച്ചടിയാണ്. ഇത് നമ്മൾ ഇന്നലെ തലേന്നാക്കിയ പച്ചടിയായിരുന്നു. നമ്മൾ പച്ചടീൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്ക് കമൻറ്റിൽ. അത് നമ്മളൊരു പാർട്ടായിട്ട് ചെയ്യാം. വെള്ളരിക്ക പച്ചടി അല്ല സോറി പച്ചടി ആരിപ്പോയി കേസ്. ഇത്ര. അപ്പം ഇന്നത്തെ ചോറിൽ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ്. ഒന്ന് പറഞ്ഞു കൊടുത്തേ. പപ്പടത്തോരനും തൊട്ടിട്ട് പറയാം. ഉണക്കച്ചെമ്മീനും മുരിങ്ങയും കറി പിന്നെ വെള്ളരിക്ക പച്ചടി. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.